ബി.ജെ.പി തോറ്റ സ്ഥിതിക്ക് ഇനി കുറ്റപ്പെടുത്തലുകളുടെ എണ്ണം കൂടും. കോൺഗ്രസിനെ വിടാതെ പിന്തുടർന്നിരിക്കുകയാണ് ബി.ജെ.പി. വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയുന്നുണ്ട്. ഇപ്പോഴിതാ പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയത്തിന് കാരണം വർഗീയതയാണെന്നാണ് ബി.ജെ.പി നേതാവ് പത്മജ വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് ഒരു തീവ്ര വർഗീയ പാർട്ടിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് എന്നും അവർ പ്രതികരിച്ചിരിക്കുകയാണ്. പാലക്കാട്ടെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിജയത്തിന് പിന്നാലെ ഫേസ്ബുക്കിലൂടെയാണ് പത്മജയുടെ ഈ പ്രതികരണം. രാഹുൽ ഷാഫിയുടെ നോമിനിയാണ് എന്ന കെ.പി.സി.സി അധ്യക്ഷൻ കെ സുധാകരന്റെ വാക്കുകളും പത്മജ പങ്കുവച്ചിട്ടുണ്ട്. കുറിപ്പ് ഇങ്ങനെയാണ്: ഇവിടെ ജയിച്ചത് രാഹുലല്ല, ഷാഫിയും ഷാഫിയുടെ വർഗീയതയുമാണ്. എവിടെയാണ് യു.ഡി.എഫിന് വോട്ട് കൂടിയത് എന്ന് കണ്ടാൽ മനസ്സിലാകും. ഇല്ലാത്ത വർഗീയത പറഞ്ഞ് ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്ന ഈ വൃത്തികെട്ട രാഷ്ട്രീയം നിർത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഉടനെ പണി കിട്ടും. എന്തായാലും ഒരു ഭരണവിരുദ്ധ വികാരവും ഇവിടെ ഇല്ല എന്ന് ചേലക്കര തെളിയിച്ചു. ബി.ജെ.പിയും സ്വയം ഒരു ആത്മപരിശോധന നടത്തണം. അതുകൊണ്ട് ഒരു തെറ്റുമില്ല. എവിടെയാണ് വോട്ട് കുറഞ്ഞതെന്നും എന്തുകൊണ്ട് കുറഞ്ഞെന്നും കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. മതേതരത്വം പറഞ്ഞു നടന്ന കോൺഗ്രസ് ഒരു തീവ്ര വർഗീയ പാർട്ടിയാണെന്ന് തെളിയിച്ചു. എം ഹസനെ പോലുള്ളവരും അൻവർ സാദത്തിനെയും സിദ്ദീഖിനെയും പോലുള്ളവരെ കടത്തിവെട്ടി അവരെ ഒന്നുമല്ലാതാക്കി അവരിൽ ഞാൻ മാത്രമാണ് ശരിക്കുള്ള നേതാവ് എന്ന് ഷാഫി തെളിയിച്ചു. ഞാൻ പറഞ്ഞതിൽ സിദ്ദീഖ് ഒഴിച്ചുള്ളവർ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വർഗീയത മാത്രം കളിക്കുന്ന ഷാഫിയെ പോലുള്ളവരെ സൂക്ഷിക്കുക എന്നാണ് പത്മജ ഫേസ്ബുക്കിൽ കുറിച്ചത്. അതേസമയം നഗരസഭയിൽ പോളിംഗ് ശതമാനം ഉയർന്നതിന്റെ ആത്മവിശ്വാസത്തിലായിരുന്നു ഇക്കുറി ബി.ജെ.പി. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നഗരസഭാ പരിധിയിൽ 65% പോളിംഗ് രേഖപ്പെടുത്തിയത്. ഇത്തവണ അത് 5% ഉയർന്ന് 70%. ഇതോടെ തങ്ങളുടെ വോട്ടുകളെല്ലാം പോൾ ചെയ്യപ്പെട്ടുവെന്നും 8000-നടുത്ത് ഭൂരിപക്ഷം ലഭിക്കുമെന്നും ബി.ജെ.പി അവകാശപ്പെട്ടു. എന്നാൽ ഫലം വന്നപ്പോൾ അപ്രതീക്ഷിത തിരിച്ചടിയാണ് ബി.ജെ.പി നഗരസഭയിൽ നേരിട്ടത്. 7000 വോട്ടിന്റെ നഷ്ടമാണ് ബി.ജെ.പിക്ക് ഇവിടെ സംഭവിച്ചത്. മണ്ഡലത്തിലെ പകുതിയിലധികം വോട്ടുമുള്ളത് 52 വാർഡുകളുള്ള നഗരസഭയിലാണ്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 34,143 വോട്ടാണ് എൻ.ഡി.എക്ക് ഇവിടെ നേടാനായത്. അതായത് 2016 അപേക്ഷിച്ച് 6000 വോട്ടുകളുടെ ലീഡ്. രണ്ടാം സ്ഥാനത്തെത്തിയ യു.ഡി.എഫിന് 27,905 വോട്ടും എൽ.ഡി.എഫിന് 16,455 വോട്ടുമാണ് ലഭിച്ചത്. നഗരസഭാ പരിധിയിൽ ഇക്കുറി ആകെ നേടാനായത് 27,077 വോട്ട് മാത്രമാണ്. അതായത് 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 7,066 വോട്ട്. വലിയ സ്വാധീനമുള്ള നഗരസഭയിലെ കൽപ്പാത്തി മേഖലകളിലടക്കം കനത്ത ക്ഷീണമാണ് ബി.ജെ.പിക്ക് നേരിടേണ്ടി വന്നത്. അതേസമയം ശക്തി കേന്ദ്രങ്ങളിലടക്കം തകർന്നടിഞ്ഞതിൽ ബി.ജെ.പി മുറുമുറുപ്പ് ശക്തമാണ്. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചയാണ് ബി.ജെ.പിയുടെ സാധ്യത തല്ലിക്കെടുത്തിയതെന്ന ആക്ഷേപമാണ് ഒരു വിഭാഗം നേതാക്കൾ ഉയർത്തുന്നത്. കൃഷ്ണകുമാറിന്റെ തകർച്ചയിൽ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് പോയ സന്ദീപ് വാര്യർ അടക്കം പരിഹാസവുമായി എത്തി. കൃഷ്ണകുമാറും ഭാര്യയ്ക്കും പാലക്കാട് ബി.ജെ.പിയെ തീരെഴുതി കൊടുത്തതാണ് പാർട്ടിയെ പരാജയത്തിലേക്ക് നയിച്ചതെന്നാണ് സന്ദീപ് ആക്ഷേപിച്ചത്. അതേസമയം കനത്ത തോൽവിയെ ചൊല്ലി പാർട്ടിയിൽ വരും ദിവസങ്ങളിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് ശോഭാപക്ഷത്തെ നേതാക്കൾ ഉൾപ്പെടെ നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയേക്കും.